ഹലോ എവരിവൺ. വളരെ ഹാപ്പിയായി പോസിറ്റീവായി ജീവിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോർണിംഗ് റൂട്ടീൻ കറക്റ്റ് ചെയ്തെടുക്കുക. ഒരു സക്സസ് പേഴ്സൺ ഒരിക്കലും അയാളുടെ മറ്റൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കില്ല. എൻ്റെ ഇന്നത്തെ ദിവസം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, വളരെ നല്ലതായിരിക്കണം എന്ന അപ്രോച്ചിലായിരിക്കും അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു പോസിറ്റീവായിട്ടുള്ള ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 4 ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 4 കാര്യങ്ങൾ ഹാബിറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ ദിവസം നിങ്ങൾക്ക് മുഴുവനും നിങ്ങൾ പോസിറ്റീവ് എനർജി ഉണ്ടാവും. നമ്മുടെ ഒരു ദിവസം നന്നായാൽ നമ്മുടെ വിജയം ഉറപ്പാണ്. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് നമ്മൾ എഴുന്നേൽക്കുന്നത് മുതലാണ്. പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ അലാം ലോസ് ചെയ്തുകൊണ്ട് എഴുന്നേൽക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ പുതിയ ഒരു ദിവസം തുടങ്ങുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഏൽക്കാം എന്ന് വിചാരിച്ചാൽ ദിവസത്തിൻ്റെ തുടക്കം തന്നെ നെഗറ്റീവ് ആക്ഷൻ ആയിരിക്കും. നിങ്ങൾ നിങ്ങളിലേക്ക് എന്താണ് കൊടുക്കുന്നത്, അത് വരാനിരിക്കുന്ന 5 to 10 മിനിറ്റ് നിങ്ങളുടെ മൈൻഡ് അവിടെ സൂക്ഷിച്ചു വെക്കുക തന്നെ ചെയ്യും. ഈ ഒരു ആക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടിരിക്കും. ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ശോഷിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അലാം സെറ്റ് ചെയ്യാതെ ഇരിക്കുക, അല്ലെങ്കിലോ അലാം അടിച്ച ഉടനെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. പോയിന്റ് നമ്പർ 2, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എണീറ്റ ഉടനെ നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ നോക്കരുത്. കാരണം നമ്മൾ ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോൾ തന്നെ നമ്മുടെ 40% മെമ്മറിയും ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ബ്രെയിൻ ആഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവ് വേക്കപ്പാണ്. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മൾ എവിടെയാണ് ഉറങ്ങിയത്, നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണെന്ന് സിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സൂര്യൻ ഉദിച്ചോ, ഇന്നത്തെ എൻവിറോൺമെൻറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി സമയം ആവശ്യമുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മൾ കണ്ടിട്ടില്ലേ, വെതർ, ഡിഗ്രി, സെൽഷ്യസ് ഇതൊക്കെ അപ്ഡേറ്റ് ആവുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ കൂടാതെ നമ്മുടെ ശരീരത്തിലെ എല്ലാ പോർഷൻസും ഓക്കെ ആണോ എന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. എന്നും ഒരു വർക്കൗട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് മോർണിംഗ്. സോ ഈ സമയത്ത് ഒരു പോസിറ്റീവ് നിലവാരത്തിലേക്ക് പോവേണ്ട നിങ്ങളുടെ കോൺസെൻട്രേഷൻ വെറുതെ നോട്ടിഫിക്കേഷനിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ബാധിക്കും. സയൻറ്റിഫിക്കലി പറയുന്നത് എഴുന്നേറ്റ ഉടനെ 90 മിനിറ്റ് നേരത്തേക്ക് 1.5 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ സ്മാർട്ട് ഫോണുകളിലേക്ക് നോക്കിയിരിക്കരുതെന്നാണ്. ഒരു ടൈം പോലും നോക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിനെയും ഗ്രോത്തിനെയും ബാധിക്കുന്ന ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. പോയിന്റ് നമ്പർ 3, രാവിലെ 2 മണിക്കൂർ നേരത്തേക്ക് കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കുക. ഇതെന്തൊരു ചൂടാണ്, ഇതെന്തൊരു തണുപ്പാണ്, ഇന്നത്തെ ദിവസം ഇങ്ങനെ എന്നൊക്കെ പറയാതിരിക്കുക. അല്ലെങ്കിൽ എന്തായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര മോശമായിരുന്നു, കാപ്പി കൊള്ളില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രാവിലെ ഒരിക്കലും പറയരുത്. ഇതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ യൂസ് ചെയ്യാം. ഐ ആം വെരി ഹാപ്പി, വെരി കോൺഫിഡൻസ്, താങ്ക് ഗോഡ്, എനിക്ക് ഇന്നലെ വളരെ നല്ല ഒരു ദിവസമായിരുന്നു, ഇന്നലെ ഞാൻ ആഗ്രഹിച്ച ജോലികളെല്ലാം പെട്ടെന്ന് സമയത്തിന് ചെയ്തു തീർക്കാൻ പറ്റി. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 4, നെഗറ്റീവ് ന്യൂസുകൾ വായിക്കാതെ ഇരിക്കുക. പത്രങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അതിനകത്ത് നോളജിനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം വായിക്കുക. നെഗറ്റീവ് ന്യൂസുകൾ, പൊളിറ്റിക്കൽ ന്യൂസുകൾ, അല്ലാതെ അവിടെ അടി നടന്നു ഇവിടെ അടി നടന്നു, ആക്സിഡൻറ്റ് ന്യൂസുകൾ, ഇങ്ങനത്തെ ന്യൂസുകളൊന്നും രാവിലെ വായിക്കാതിരിക്കുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യവും നിങ്ങളുടെ ബ്രെയിനിൻ്റെ കാര്യവും എല്ലാം ഓക്കെ ആയതിനു ശേഷം കുറച്ച് പോസിറ്റീവായിട്ടുള്ള നോളജ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് ആയാലും മതി. അതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് ആണെങ്കിൽ അന്നത്തെ പുസ്തകങ്ങൾ വായിക്കുക. നല്ല പോസിറ്റീവായിട്ട് കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്ന ഓഡിയോ ബുക്സ് കേൾക്കുക. ഇത്രയും ചെയ്തിട്ട് കോൺഫിഡൻസ് ആയിട്ട് ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെ ഉണ്ടാവും. നിങ്ങൾ ഒരു നല്ലൊരു ഗ്രോത്ത് ഉയർന്നിരിക്കും. എല്ലാ കാര്യത്തിനും നിങ്ങൾ പോസിറ്റീവ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളും പോസിറ്റീവ് ആവും. ഹാവ് എ ഗുഡ് ഡേ.